ഹായ് ഗായ്സ്, കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്കിംഗ് ഡെഡ്ലി ആക്കാൻ എത്തിച്ചിരിക്കുന്നു യൂറോപ്യൻ ഫാൽക്കൺ. ഹിസ് നെയിം ഈസ് ജയ് ക്വിറ്റോങ്കോ. ഈ വീഡിയോയിൽ നമുക്ക് അദ്ദേഹത്തിന്റെ പ്ലേയിങ് സ്റ്റൈൽ, സ്ട്രെങ്ത്, ദൗർബല്യങ്ങൾ, പിന്നെ ബ്ലാസ്റ്റേഴ്സിനൊപ്പം എങ്ങനെ ഫെറ്റ് ആകും എന്നതൊക്കെ വിശദമായി നോക്കാം. ഇദ്ദേഹം ഒരു സ്കോട്ടിഷ് പ്ലെയറാണ്. അറ്റാക്കിങ്ങിലെ ഏത് പൊസിഷനിലും കളിക്കും. ലെഫ്റ്റ് വിംഗിലും റൈറ്റ് വിംഗിലും കളിക്കും. ഫേവറേറ്റ് പൊസിഷൻ സെന്റർ ഫോർവേഡ്. ഏഷ്യൻ എക്സ്പീരിയൻസ് ഉണ്ട്. ഫിനിഷിംഗ് ഒരേ സമയം ഇദ്ദേഹത്തിന്റെ ശക്തിയും ദൗർബല്യവുമാണ്. പ്രേമം മൂവിയിൽ പറഞ്ഞതുപോലെ എനിക്ക് സിമ്പിൾ സ്റ്റെപ്പ് ഒന്നും അറിയില്ല, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് സിമ്പിൾ ഫിനിഷിംഗ് അറിയില്ല. ഡിഫിക്കൽട്ട് ആംഗിളിലൂടെ ഗോളടിക്കും. അൺഎക്സ്പെക്ടഡ് ഷോട്ടിലൂടെ ഗോളടിക്കും ലൈക്ക് ആൽവറോ. ഇദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ ഏകദേശം 6 മുതൽ 7 വരെ മത്സരത്തിൽ ഒരു ഗോൾ എന്ന രീതിയിലാണ് ശരാശരി. കൺസിസ്റ്റൻസി കുറവായിരിക്കാം, പക്ഷേ ക്രൂഷ്യൽ മാച്ചിൽ സർപ്രൈസ് ഗോൾ നൽകുന്ന തരത്തിലുള്ള ഫോർവേഡാണ് ഇദ്ദേഹം. എലീറ്റ് ആക്സലറേഷൻ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധമാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ആക്സലറേഷൻ. ISLൽ ഹൈ ഡിഫെൻസീവ് ലൈൻ കളിക്കുന്ന ടീമുകൾക്കെതിരെ അദ്ദേഹം ഒരു നൈറ്റ്മെയർ ആകാം. 1-on-1 ട്രാൻസിഷൻ മൊമെന്റ്സിൽ ഡിഫൻഡറിനെ പിന്നിലാക്കി പായുന്ന സ്പീഡ് അദ്ദേഹത്തെ വളരെ ഡേഞ്ചറസ് ആക്കുന്നു. ഫിസിക്കാലിറ്റി. യൂറോപ്യൻ ഫിസിക്കാലിറ്റി ഉണ്ട്. ബോൾ ഷീൽഡ് ചെയ്യാനും ഡിഫൻഡറിനെ ഹോൾഡ് ഓഫ് ചെയ്യാനും അദ്ദേഹത്തിന് കഴിയും. ഇത് മിഡ്ഫീൽഡേഴ്സിനെ പ്ലേയിലെത്താൻ സമയം കൊടുക്കും. കൗണ്ടർ അറ്റാക്ക് ബിൽഡ് ചെയ്യാൻ പെർഫെക്റ്റ് പ്രൊഫൈൽ. കമ്പോസർ, ബിഗ് ഗെയിം ടെമ്പറമെന്റ്. സ്കോട്ട്ലൻഡിൽ കപ്പ് മാച്ചസിൽ ഡിസൈസീവ് ലേറ്റ് ഗോൾസ് നേടിയിട്ടുള്ള പ്ലെയറാണ്. പ്രഷർ സിറ്റുവേഷനിൽ മെന്റലി സ്ട്രോങ്. ക്രിയേറ്റിവിറ്റി. ഇദ്ദേഹം ഡയറക്റ്റ് അസിസ്റ്റ് കൊടുക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ്. വെർട്ടിക്കൽ റൺസ് കൊണ്ട് ഡിഫൻഡേഴ്സിന്റെ പൊസിഷൻ തെറ്റിക്കും. സെക്കൻഡ് സ്ട്രൈക്കേഴ്സിന് സ്പേസ് ക്രിയേറ്റ് ചെയ്യും. വിംഗ്സിൽ നിന്ന് ലോ ഡ്രിവൻ കട്ട് ബാക്സ് അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഡേഞ്ചറസ് ക്രിയേറ്റീവ് വെപ്പൺ ആണ്. പ്രസിംഗ്. ഇദ്ദേഹം ഒരു പ്രസിംഗ് മോൺസ്റ്റർ ആണ്. ഡിഫൻഡേഴ്സിനെ പ്രസ് ചെയ്ത് അവരെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി മിസ്റ്റേക്ക് ചെയ്യിക്കും. ഗോൾ കീപ്പറിനെ പോലും വെറുതെ വിടില്ല. ഇദ്ദേഹം ഗോൾ നേടുന്നതിനേക്കാൾ മികച്ചത് അസിസ്റ്റ് നൽകുന്നതിലാണ്. ഫൈനൽ തേർഡിൽ വേഗത്തിലുള്ള 1-2 പാസുകൾ വഴി ഡിഫൻസീവ് ബ്ലോക്കുകൾ മറികടക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റ്. ഇദ്ദേഹം പലപ്പോഴും വെങ് ഭാഗങ്ങളിലേക്ക് മാറി ലോ ഡേഞ്ചറസ് ക്രോസസ് നൽകി വിക്ടറിനെ പോലെയുള്ള ക്ലിനിക്കൽ ഫിനിഷർമാർക്ക് ഗോൾ നേടാനുള്ള അവസരമൊരുക്കുന്നു. ന്യൂ സൈനിങ്ങിൽ ഞാൻ വളരെ സന്തോഷവാനാണ്, കാരണം ന്യൂ സൈനിങ്ങും വിക്ടറും ചേർന്ന് പഴയ ഡിയാസ് ആൽവാരോ കോംബോ പോലെ ഒരു മികച്ച കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ സൈനിങ്ങിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യൂ.